അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയഗ്രാം ആണ്. ഡയഗ്രാം അഥവാ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്താണെന്നും അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതും പിന്നെ അതെങ്ങനെ വരയ്ക്കണമെന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ടാണ്. ഒരു സിസ്റ്റത്തിലെ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിലേഷണൽ ഡാറ്റാബേസ് നമുക്ക് മോഡൽ ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. എൻറ്റിറ്റീസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പല ടൈപ്പ് സിമ്പിൾസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ കമ്പോണൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റി തന്നെ 2 ടൈപ്പ് ഉണ്ട്. വീക്ക് എൻറ്റിറ്റി ഉണ്ട്, സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ട് 4 ടൈപ്പ് ഉണ്ട്. കീ ഉണ്ട്, കോമ്പോസിറ്റ് ഉണ്ട്, മൾട്ടി വാല്യൂഡ് ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്. അതേപോലെ റിലേഷൻ അഥവാ റിലേഷൻഷിപ്പ്, ഇതും 4 ടൈപ്പ് വരുന്നുണ്ട്. 1 to 1, 1 to many, many to 1, അതേപോലെ many to many. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആവാം, ഒരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആവാം. ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിൾ സിമ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എംപ്ലോയി ഡിപ്പാർട്ട്മെൻ്റ് ആണ് 2 എക്സാമ്പിൾ വരുന്നത്. ഇത് രണ്ടും എൻറ്റിറ്റീസ് ആണ്. ഇല്ലെങ്കിൽ ഒരു കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടീച്ചർ, സ്റ്റുഡൻറ്റ്, കോഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്, ഇതൊക്കെ എൻറ്റിറ്റീസിന് എക്സാമ്പിളാണ്. എൻറ്റിറ്റീസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. വീക്ക് എൻറ്റിറ്റി ഉണ്ട്, സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ വീക്ക് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ വേറൊരു എൻറ്റിറ്റീനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എൻറ്റിറ്റീനെയാണ് നമ്മൾ വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് എൻറ്റിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡബിൾ റെക്റ്റാങ്കിൾസ് വെച്ചിട്ടാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേയ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബില്ല് വരിക. അപ്പോൾ അത് വീക്ക് എൻറ്റിറ്റിക്ക്, ബില്ലെന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റിക്ക് ഒരു എക്സാമ്പിളാണ്. പിന്നെ വരുന്ന കാര്യമാണ് ആട്രിബ്യൂട്ട്. അടുത്ത കമ്പോണൻ്റാണ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എലിപ്സ് സിമ്പിളിലാണ്. അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഇവിടെ താഴെ ലെഫ്റ്റിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിക്ക് 4 പ്രോപ്പർട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ID ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. അപ്പോൾ ഇത് 4 സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിക്ക് വരുന്ന പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇതെല്ലാം ഇതിലും കൂടുതലുണ്ട്. ഇത് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കീ ആട്രിബ്യൂട്ട്. കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി കീനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. പ്രൈമറി കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ നമുക്ക് യൂണീക്ലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീയാണ് പ്രൈമറി കീ. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലും കോളേജിലും നമുക്കുള്ള രജിസ്റ്റർ നമ്പർ, ആ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു രജിസ്റ്റർ നമ്പറേ ഉണ്ടാവുള്ളൂ. അതായത് അത് യൂണീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർലൈൻ പ്രൈമറി കീൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കും. നമ്മുടെ കേസിൽ ഇവിടെ ID ആണ് പ്രൈമറി കീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ വരച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് കമ്പോസ്ഡ് ഓഫ് മെനി അതർ ആട്രിബ്യൂട്ട്സ്. ആ ആട്രിബ്യൂട്ടിൽ തന്നെ പിന്നെ വേറെ കുറച്ച് ആട്രിബ്യൂട്ട്സിലോട്ട് കണക്ഷൻ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നെയിം. നെയിമിന് താഴെ മിഡിൽ നെയിം ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. ഇതൊക്കെ നെയിമിനോട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ആ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിലോട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലൊക്കേഷൻ. ലൊക്കേഷൻ്റെ അകത്ത് നമുക്ക് പിന്നെയും ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. എന്ത് സിറ്റി, സ്ട്രീറ്റ്, കൺട്രി അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. പിന്നെ എന്നതാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. മൾട്ടി വാല്യൂഡ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 വാല്യൂ വരാവുന്ന ആട്രിബ്യൂട്ടാണത്. ഫോൺ നമ്പർ ആണ് ഒരു എക്സാമ്പിൾ. ഡബിൾ എലിപ്സിലാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ഇമേജ് ആണ് ഒരു എക്സാമ്പിൾ വരുന്നത്. ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ കാണാം, അതുകൊണ്ടാണ് അത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൽസ്, ഒരു പേഴ്സണ് പല സ്കിൽസ് കാണും. അപ്പോൾ അതും നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആക്കാം. പിന്നെ വരുന്നതാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. അതായത് വേറൊരു ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമുക്ക് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് നമുക്ക് ഏജ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഏജ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആയത്. അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ എലിപ്സ് വരയ്ക്കും. അങ്ങനെയാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന കമ്പോണൻ്റ് ആണ് ഈ ഡയഗ്രത്തിലെ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഈ ഡയഗ്രാം എന്ന് പറയുന്നത് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം
ഇവിടെ റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കൊടുക്കുന്നത് ഡയമണ്ട് സിമ്പലിൻ്റെ അകത്താണ്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ടീച്ചറുണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻ കൊടുത്തിരിക്കുന്നത് ടീച്ചേഴ്സാണ്. അതായത് ടീച്ചർ സ്റ്റുഡൻറ്റ്, ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു. ഇതാണ് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. പിന്നെ അടുത്തത് റിലേഷൻഷിപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്. 1 to 1 ഉണ്ട്, 1 to many ഉണ്ട്, many to 1 ഉണ്ട്, many to many ഉണ്ട്. അപ്പോൾ 1 to 1 റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇതിൻ്റെ അകത്ത് ഒരു ഫീമെയിൽ ഉണ്ട്, മെയിൽ ഉണ്ട്. അതാണ് രണ്ട് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഫീമെയിലിന് ഒരേ സമയം ഒരു മെയിലായിട്ട് മാരി ചെയ്ത് ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരേ സമയം ഒരു ഫീമെയിലിന് ഒരു മെയിലിനെ മാരി ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 to 1 റിലേഷൻഷിപ്പ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരേ സമയം ഒരാൾക്ക് ഒരു ആധാർ കാർഡേ പറ്റുള്ളൂ. ഇതാണ് ഒരു വേറെ എക്സാമ്പിൾ വരുന്നത്. പിന്നെ 1 to many റിലേഷൻഷിപ്പ്. ഇവിടുത്തെ എക്സാമ്പിൾ വന്നിരിക്കുന്നത് സയൻറ്റിസ്റ്റ് ഇൻവെൻഷൻ. സയൻറ്റിസ്റ്റിന് ഒരേ സമയം മെനി ഇൻവെൻഷൻസ് ഇൻവെൻറ്റ് ചെയ്യാം. അതാണ് ഈ 1 to many റിലേഷൻഷിപ്പ് കൊണ്ട് ഇവിടെ ഈ എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയുടെ മെനി ഇൻസ്റ്റൻസുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് 1 to many റിലേഷൻഷിപ്പ് വരുന്നത്. പിന്നെ എന്നതാണ് many to 1 റിലേഷൻഷിപ്പ്. അതായത് മെനി സ്റ്റുഡൻസിന് ഒരേ സമയം ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ മെനിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഫസ്റ്റ് എൻറോൾ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ many to 1ൻ്റെ 1 കാണിക്കാൻ വേണ്ടി കോഴ്സിൻ്റെ അടുത്ത് 1 ഇട്ടു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ എംപ്ലോയീസിന് ഒരേ സമയം ഒരു പ്രോജക്റ്റിൽ അസൈൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ എന്നതാണ് many to many റിലേഷൻഷിപ്പ്. ലാസ്റ്റത്തെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എംപ്ലോയി ഈസ് അസൈൻ ടു പ്രോജക്റ്റ്, മെനി എംപ്ലോയീസ് ഈസ് അസൈൻ ടു മെനി പ്രോജക്ട്സ്. അതായത് ഒരേ സമയം മെനി എംപ്ലോയീസ് മെനി പ്രോജക്ട്സിനായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാനൊരു ബുക്ക് സ്റ്റോറിൻ്റെ ഡയഗ്രാമാണ് വരച്ച് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് draw.io എന്നും പറഞ്ഞിട്ടുള്ളൊരു സൈറ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഡയഗ്രാം വരയ്ക്കാൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിമ്പിൾസ് അവൈലബിൾ ആണ്. നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ബുക്ക് സ്റ്റോറിൽ നിന്ന് 5 എൻറ്റിറ്റീസാണ് എടുത്തിരിക്കുന്നത്. ബുക്ക് ഉണ്ട്, ഓതർ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, അഡ്മിൻ ഉണ്ട്, സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കണം, പിന്നെ റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ എലിപ്സ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള സിമ്പിൾസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ എല്ലാത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാത്തിനും ഒരു ID, പിന്നെ ബുക്കിൻ്റെ ഒരു നെയിം, കാറ്റഗറി, പിന്നെ ഓതറിന് ID, നെയിം, അങ്ങനെ കുറച്ച് എല്ലാത്തിനും ആട്രിബ്യൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിലേഷൻഷിപ്പ് കൊടുക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്നത് കസ്റ്റമർ ബൈസ് ഫ്രം സ്റ്റോർ എന്നാണ്. കസ്റ്റമറും സ്റ്റോറും ഈ രണ്ട് എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ എന്നത് കസ്റ്റമറും ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നത് കസ്റ്റമർ ബൈസ് ബുക്ക് എന്നാണ്. പിന്നെ സ്റ്റോറും ബുക്കും തമ്മിൽ സ്റ്റോർ ഹാസ് ബുക്ക് എന്നുണ്ട്. പിന്നെ ബുക്കും ഓതറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബുക്ക് റിട്ടൺ ബൈ ഓതർ എന്നാണ്. പിന്നെ അഡ്മിൻ ബുക്ക് കസ്റ്റമർ ഇത് രണ്ടും മാനേജ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ റിലേഷൻഷിപ്സ് വരുന്നത്. പിന്നെ നമുക്ക് റിലേഷൻഷിപ്സ് 1 to many, many to 1 അത് കൊടുക്കാം. അപ്പോൾ അഡ്മിനും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കസ്റ്റമറിന് അഡ്മിന് മാനേജ് ചെയ്യാം. അപ്പം അഡ്മിന് ഒരേ സമയം മെനി കസ്റ്റമേഴ്സിന് മാനേജ് ചെയ്യാനുണ്ട് 1 to many ഒന്നും. അതേപോലെ അഡ്മിനും ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പും 1 to many ആണ്. ഒരേ സമയം മെനി ബുക്സ് അഡ്മിന് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റോറും ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത് ഒരു സ്റ്റോറിൽ മെനി ബുക്സ് കാണും. പിന്നെ എന്നത് കസ്റ്റമറും സ്റ്റോറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ കസ്റ്റമർ ഒരേ സമയം ഒരു സ്റ്റോർ വിസിറ്റ് ചെയ്യും. അതുകൊണ്ട് 1 to 1 റിലേഷൻഷിപ്പ് അവിടെ വന്നു. പിന്നെ കസ്റ്റമറും ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കസ്റ്റമറിന് ഒരേ സമയം മെനി ബുക്സ് ബൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് 1 to many റിലേഷൻഷിപ്പ് വന്നു. പിന്നെ ബുക്കും ഓതറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബുക്ക് ഒരേ സമയം ഒരു ഓതറിനാണ് എഴുതാൻ പറ്റുക. അതുകൊണ്ട് 1 to 1 റിലേഷൻഷിപ്പ് വന്നു. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഡയഗ്രാം ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഡയഗ്രാം വരയ്ക്കുന്നത്.
നമുക്ക് നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കണം. അതൊരു കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 5 എൻറ്റിറ്റീസാണ്: സ്റ്റുഡൻറ്റ്, കോഴ്സ്, ടീച്ചർ, അസൈൻമെൻറ്റ്സ്, അഡ്മിൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ 5 എൻറ്റിറ്റീസ് ഉണ്ട്. അതിന് കുറച്ച് ആട്രിബ്യൂട്ട്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡ്മിൻ്റെ ഇത് നോക്കാം. അഡ്മിനോട് ചെയ്യാൻ പറ്റുന്നത് കോഴ്സിനെയും ടീച്ചറിനെയും സ്റ്റുഡൻറ്റിനെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഡ്മിനുള്ളത്. അപ്പോൾ അഡ്മിന് ഒരേ സമയം മെനി ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അഡ്മിൻ മാനേജസ് ടീച്ചറിൻ്റെ അവിടെ 1-to-many റിലേഷൻഷിപ്പ് ഇട്ടു. അതേപോലെ തന്നെ ഞാൻ സ്റ്റുഡൻറ്റിനും കോഴ്സിനും 1-to-many റിലേഷൻഷിപ്പ് ഇട്ടു. അതേപോലെ ടീച്ചറും അസൈൻമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻ വരുന്നത് ടീച്ചർ അസൈൻസ് അസൈൻമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ടീച്ചറിന് ഒരേ സമയം മെനി അസൈൻമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്നതാണ് 1-to-many റിലേഷൻഷിപ്പ് അവിടെ വന്നു. അതേപോലെ അസൈൻമെൻറ്റ്സും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റിലേഷൻ വരുന്നത് സ്റ്റുഡൻറ്റ് വ്യൂസ് അസൈൻമെൻ്റ് ആണ്. അതായത് സ്റ്റുഡൻറ്റിന് ഒരേ സമയം മെനി അസൈൻമെൻറ്റ്സ് വ്യൂ ചെയ്യാം. അതുകൊണ്ട് അത് 1-to-many റിലേഷൻഷിപ്പ് വന്നു. പിന്നെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ കണ്ടപോലെ ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് എന്നാണ്. അതായത് ടീച്ചറിന് ഒരേ സമയം മെനി സ്റ്റുഡൻറ്റിന് പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് 1-to-many റിലേഷൻഷിപ്പ് അവിടെ വന്നു. പിന്നെയുള്ളതാണ് സ്റ്റുഡൻറ്റും കോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് സ്റ്റുഡൻറ്റിന് മെനി കോഴ്സിന് ഒരേ സമയം എൻറോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് 1-to-many റിലേഷൻഷിപ്പ് വന്നു. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൽ ഒരേ സമയം ഒരു കോഴ്സിനാണ് എൻറോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് 1-to-1 റിലേഷൻഷിപ്പ് ആവും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ERൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ വരും. അത് നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എന്താണോ അതനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 എക്സാമ്പിളും വളരെ ചെറിയ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.